Good morning, dear students. Welcome to A Dream Classroom. ഇന്ന് നമ്മൾ ഇൻട്രഡക്ഷൻ ടു സോഷ്യോളജിയിലെ തേർഡ് യൂണിറ്റിലേക്കാണ് പോകുന്നത്. ഇൻട്രഡക്ഷൻ ടു സോഷ്യോളജിയിലെ മൂന്നാമത്തെ യൂണിറ്റ്, തേർഡ് യൂണിറ്റ് ആണ് റിലേഷൻഷിപ്പ് ഓഫ് സോഷ്യോളജി വിത്ത് ആന്ത്രോപോളജി. സോഷ്യോളജിയും ആന്ത്രോപോളജിയും തമ്മിലുള്ള റിലേഷൻ, ബന്ധം. അപ്പം നമുക്കറിയാം, സോഷ്യോളജി എന്ന് പറഞ്ഞാൽ സമൂഹശാസ്ത്രമാണെന്നും ആന്ത്രോപോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനെ കുറിച്ച് പഠിക്കുന്ന നരവംശാസ്ത്രമാണെന്നും നമുക്കറിയാം. അപ്പോൾ സമൂഹശാസ്ത്രവും സോഷ്യോളജിയും, ആന്ത്രോപോളജി മീൻസ് നരവംശാസ്ത്രം, അപ്പോൾ ആ നരവംശാസ്ത്രവും തമ്മിലുള്ള റിലേഷനെ കുറിച്ചാണ് നമ്മൾ ഈ തേർഡ് യൂണിറ്റിലൂടെ പഠിക്കുന്നത്. അതുകൊണ്ട് കുട്ടികൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇതിൽ ഒരുപാട് സോഷ്യോളജിസ്റ്റുകളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും, എന്തിനാ ഇത്രയും പേരുകളൊക്കെ എന്തിനാ പഠിക്കേണ്ടത്? പക്ഷെ അത് പഠിച്ചേ പറ്റൂ. കാരണം ഈ ചാപ്റ്ററിൽ നിന്നും ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആ പറയുന്ന സോഷ്യോളജിസ്റ്റുകളുടെ ഒക്കെ പേരുണ്ടായിരിക്കണം. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചാപ്റ്റർ. അപ്പോൾ ഇൻട്രഡക്ഷൻ ടു സോഷ്യോളജിയിലെ തേർഡ് യൂണിറ്റാണ് നമ്മൾ ഇന്ന് വിശകലനം ചെയ്യുന്നത്. അതിൽ തേർഡ് യൂണിറ്റ് റിലേഷൻഷിപ്പ് ഓഫ് സോഷ്യോളജി വിത്ത് ആന്ത്രോപോളജി. സോഷ്യോളജിയും ആന്ത്രോപോളജിയും തമ്മിലുള്ള റിലേഷനാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ പറയുന്നത്. ശ്രദ്ധിക്കുക, അതിൽ നേച്ചർ ഓഫ് സോഷ്യോളജി ആൻഡ് സോഷ്യൽ ആന്ത്രോപോളജി. സോഷ്യോളജിയുടെ നേച്ചർ, സ്വഭാവവും സോഷ്യൽ ആന്ത്രോപോളജിയും അവ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് ഫസ്റ്റ് ടോപ്പിക്കാണ് എന്ത്? നേച്ചർ ഓഫ് സോഷ്യോളജി ആൻഡ് സോഷ്യൽ ആന്ത്രോപോളജി. അതിൽ ഫസ്റ്റ് ടോപ്പിക്കിൽ ഫസ്റ്റ് പാരഗ്രാഫ് മാത്രം മതി നമുക്ക് പഠിക്കാൻ. ആ ഫസ്റ്റ് പാരഗ്രാഫിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അനലൈസ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. സോഷ്യോളജി ഈസ് ദ യങ്ങസ്റ്റ് ഓഫ് ദ സോഷ്യൽ സയൻസ്. സമൂഹശാസ്ത്രത്തിന്റെ യുവത്വമാണ് സോഷ്യോളജി. സോഷ്യോളജി ഈസ് ദ യങ്ങസ്റ്റ് ഓഫ് സോഷ്യൽ സയൻസ്. സോഷ്യോളജി സോഷ്യൽ സയൻസിന്റെ യങ്ങസ്റ്റ് ആണ്. It is also one of the fastest growing academic discipline. കൂടാതെ ഇതെന്താണ്? നമ്മുടെ അക്കാഡമിക് ഡിസിപ്ലിൻ്റെ ഒരു ഫാസ്റ്റസ്റ്റ് ഗ്രോവിങ് ആണ്, വളർച്ച. പെട്ടെന്ന് അക്കാഡമിക് ഡിസിപ്ലിനെ പെട്ടെന്ന് വളരാൻ സാധിക്കുന്നത് ഏത് മൂലമാണ് എന്നാ പറയുന്നത്? സോഷ്യോളജി ഉണ്ടായത് കൊണ്ടാണ്. അപ്പോൾ സോഷ്യോളജി ഈസ് ദ യങ്ങസ്റ്റ് ഓഫ് ദ സോഷ്യൽ സയൻസ്. It is also one of the fastest growing academic discipline. ഒരു അക്കാഡമിക് ഡിസിപ്ലിൻ്റെ ഗ്രോവിങ്ങിനെ ഏത് സഹായിക്കുന്നുണ്ട്? സോഷ്യോളജി. The word sociology is derived from the Latin word. ലാറ്റിൻ വേർഡിൽ നിന്നാണ് സോഷ്യോളജി എടുത്തിട്ടുള്ളത്, ഡിറൈവ് ചെയ്തിട്ടുള്ളത്. ലാറ്റിൻ വേർഡായിട്ടുള്ള സോസിയസ്. സോസിയസ് എന്ന് പറഞ്ഞാൽ എന്താ? കോമ്പിനേഷൻ ഓർ അസോസിയേറ്റ്. കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കൂടിച്ചേരൽ. ഇപ്പൊ സോഷ്യോളജി എന്ന പദം ഡിറൈവ്ഡ് ചെയ്തിട്ടുള്ളത് ലാറ്റിൻ വേർഡായിട്ടുള്ള സോഷ്യസിൽ നിന്നാണ്. സോഷ്യസ് എന്നുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? കോമ്പിനേഷൻ ഓർ അസോസിയേറ്റ്. കോമ്പിനേഷൻ, കൂടിച്ചേരൽ അഥവാ അസോസിയേഷൻ എന്നാണ് സോഷ്യസ് എന്ന് പറഞ്ഞാൽ. ആ സോഷ്യസും ഗ്രീക്ക് വേർഡായിട്ടുള്ള ലോജി അഥവാ ലോഗോസ്. ലോജി അഥവാ ലോഗോസ് അഥവാ ലോജി പറഞ്ഞാൽ എന്താ? നോളജ്. ഈ സോഷ്യസും ലോഗോസും ചേർന്ന് കൊണ്ടാണ് ഏത് പദം രൂപം കൊണ്ടിട്ടുള്ളത്? സോഷ്യോളജി എന്ന പദം രൂപം കൊണ്ടിട്ടുള്ളത്. അറിവിന്റെ കൂടിച്ചേരൽ. ഇപ്പൊ സോഷ്യോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? നോളജും കോമ്പിനേഷനും നോളജും ചേരുമ്പോഴാണ് ഏത് രൂപം കൊള്ളുന്നത്? സോഷ്യോളജി രൂപം കൊള്ളുന്നത്. അപ്പോൾ സോഷ്യോ എന്ന ലാറ്റിൻ വേർഡിൽ നിന്നും ലോഗോസ് അഥവാ ലോജി എന്ന ഗ്രീക്ക് വേർഡും തമ്മിൽ കൂടിച്ചേർന്നുകൊണ്ടാണ് ഏത് പദം ഉടലെടുത്തത്? സോഷ്യോളജി എന്ന വേർഡ് രൂപീകൃതമായത്. The term sociology was coined by Auguste Comte in on text of social phenomena. സോഷ്യോളജി നമുക്കറിയാം. സോഷ്യോളജിയുടെ പിതാവ് ആരാണ്? ഫാദർ ഓഫ് സോഷ്യോളജി.
സോഷ്യോളജിയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നത് അഗസ്റ്റേ കോംട്ടെ. എപ്പോഴും നിങ്ങൾക്ക് അത് അറിഞ്ഞിരിക്കണം കേട്ടോ. ഓരോ സബ്ജക്റ്റിനും ഉണ്ട് പിതാവ്. അപ്പോൾ നമ്മളുടെ സോഷ്യോളജി എന്ന സബ്ജക്റ്റിന്റെ പിതാവായി പരാമർശിക്കുന്നത് അഗസ്റ്റേ കോംട്ടെ ആണ്. എക്കണോമിക്സിന്റെ പിതാവ് ആഡം സ്മിത്ത് ആണ്. അങ്ങനെ ഓരോ സബ്ജക്റ്റിനും ഡിഫറൻ്റ് ആയിട്ടുള്ള ഫാദേഴ്സ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ സോഷ്യോളജിയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നത് ആരാണ്? അഗസ്റ്റേ കോംട്ടെ. അദ്ദേഹം സോഷ്യോളജിയെ എന്തായിട്ടാണ് പറയുന്നത്? സോഷ്യൽ ഫിനോമിന, ഒരു സാമൂഹിക പ്രതിഭാസമാണ് സോഷ്യോളജി. അഗസ്റ്റേ കോംട്ടെ പറയുന്നു സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്റ്റ് ഒരു സോഷ്യൽ ഫിനോമിനൻ, ഒരു സാമൂഹിക പ്രതിഭാസമാണ്. ഇറ്റ് എംഫസൈസ് ഓൺ ദ കളക്റ്റീവ് ആസ്പെക്ട് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ. അതെന്താണ് ഊന്നൽ നൽകുന്നത്? കളക്റ്റീവ് ആസ്പെക്ട് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ, മനുഷ്യന്റെ സ്വഭാവത്തെയാണ് അത് ഊന്നൽ നൽകുന്നത്. ഹ്യൂമൻ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ മനുഷ്യ സ്വഭാവം. അപ്പൊ മനുഷ്യ സ്വഭാവത്തെയാണ് അത് എന്ത് ചെയ്യുന്നത്? പ്രാധാന്യം കൊടുക്കുന്നത്. ഇപ്പൊ സോഷ്യോളജിയുടെ പിതാവായി അറിയപ്പെടുന്നത് അഗസ്റ്റേ കോംട്ടെ ആണ്. അദ്ദേഹം പറയാണ് സോഷ്യോളജി ഒരു സോഷ്യൽ ഫിനോമിനൻ ആണ്, കൂടാതെ ഹ്യൂമൻ ബിഹേവിയറും ആണ്. അപ്പൊ കോംട്ടെ എന്താ പറയുന്നത്? സോഷ്യോളജി ഒരു സോഷ്യൽ ഫിനോമിനനും ആണ്, അതേപോലെ തന്നെ ഹ്യൂമൻ ബിഹേവിയർ, മനുഷ്യന്റെ സ്വഭാവവുമായി താരതമ്യപ്പെടുത്തുന്ന ഒരു സബ്ജക്റ്റ് ആണ് സോഷ്യോളജി. The broad nature of the subject is reflected to overlap with many other social science disciplines such as അതേപോലെ തന്നെ ഈ സോഷ്യോളജിയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഒരുപാട് സബ്ജക്റ്റുകൾ ഇതിൽ വരുന്നുണ്ട്. ഏതൊക്കെയാണ് സോഷ്യോളജിയിൽ വരുന്ന മറ്റു സബ്ജക്റ്റുകൾ? ആന്ത്രോപോളജി, പൊളിറ്റിക്കൽ സയൻസ്, എക്കണോമിക്സ്, സൈക്കോളജി, ജോഗ്രഫി, എഡ്യൂക്കേഷൻ, ലോ ആൻഡ് ഫിലോസഫി. ഇപ്പൊ സോഷ്യോളജിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതൊക്കെ സബ്ജക്റ്റുകളാണ്? ആന്ത്രോപോളജി പറഞ്ഞാൽ നരവംശാസ്ത്രം അഥവാ മനുഷ്യനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രം. പൊളിറ്റിക്കൽ സയൻസ് രാഷ്ട്രമീമാംസ. എക്കണോമിക്സ് സാമ്പത്തിക ശാസ്ത്രം. സൈക്കോളജി മനഃശാസ്ത്രം. ജോഗ്രഫി ഭൂമിശാസ്ത്രം. എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം. ലോ നിയമം. ഫിലോസഫി തത്വശാസ്ത്രം. ഇവയൊക്കെ ചേർന്നതാണ്, ഇവയെല്ലാം ഉൾപ്പെടുന്ന ഒരു സോഷ്യൽ സയൻസ് ആണ് ഏത്? സമൂഹശാസ്ത്രമാണ് ഏത്? സോഷ്യോളജി. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് പറയാനുള്ളത്. അതേപോലെ ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്ന മറ്റു കാര്യങ്ങളാണ്. ഇനി നമ്മൾ ആന്ത്രോപോളജിയെ കുറിച്ചാണ് പറയുന്നത്. സോഷ്യോളജിയെ കുറിച്ച് നമ്മൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞു. ആന്ത്രോപോളജിയെ കുറിച്ച് എന്താ പറയുന്നത് നോക്കാം. Anthropology derived from Greek word anthropos meaning man. ആന്ത്രോപോളജി ഏതിൽ നിന്നാണ് ഡിറൈവ്ഡ് ചെയ്തിരിക്കുന്നത്? ഗ്രീക്ക് വേർഡ് ആയിട്ടുള്ള ആന്ത്രോപോസ്. ആന്ത്രോപോളജി ഡിറൈവ്ഡ് ചെയ്തിരിക്കുന്നത് ഗ്രീക്ക് വേർഡ് ആയിട്ടുള്ള ആന്ത്രോപോസിൽ നിന്നാണ്. അതിന്റെ അർത്ഥം എന്താണ്? മാൻ. അത് ആന്ത്രോപോസ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് മാൻ, മനുഷ്യൻ. അല്ലെങ്കിൽ ആൻഡ് ലോജിയ ലോഗോസ് മീനിങ് സ്റ്റഡി ഓഫ്. അപ്പൊ ആന്ത്രോപോളജി ആന്ത്രോപോസ് വരെ ഏതിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? ഗ്രീക്ക് വേർഡ് ആയിട്ടുള്ള ആന്ത്രോപ്പോ പറഞ്ഞാൽ എന്താ? മാൻ. ആന്ത്രോപ്പോ എന്ന് പറഞ്ഞാൽ മാൻ. ഇനി ലോജി അഥവാ ലോജിയ അഥവാ ലോഗോസ് എടുത്തിട്ടുള്ളത് എന്നുകൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്? സ്റ്റഡി ഓഫ്. അപ്പൊ ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് ആന്ത്രോപോളജി ആവുക. മാനും സ്റ്റഡിയും കൂടി ചേരുമ്പോൾ വരുന്ന പദമാണ് ആന്ത്രോപോളജി. അതുകൊണ്ടാണ് മാൻ സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രം, നരവംശാസ്ത്രം. അപ്പോ നമ്മളുടെ ആന്ത്രോപോളജി എന്ന വേർഡ് എടുത്തിട്ടുള്ളത് രണ്ട് ഗ്രീക്ക് പദങ്ങളായിട്ടുള്ള ആന്ത്രോപോസിൽ നിന്നും. ആന്ത്രോപോസ് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? മാൻ. ആന്ത്രോ പറഞ്ഞാൽ അർത്ഥം മാൻ. ഇനി ലോജി അഥവാ ലോജിയ ലോഗോസ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? സ്റ്റഡി ഓഫ്. അപ്പൊ ഈ ആന്ത്രോപോസും ലോജിയയും ചേർന്നിട്ടാണ് ആന്ത്രോപോളജി രൂപം കൊണ്ടിട്ടുള്ളത്. ഇത് രണ്ടും ഗ്രീക്ക് പദങ്ങളാണ് കേട്ടോ. അപ്പൊ രണ്ട് ഗ്രീക്ക് പദങ്ങളായിട്ടുള്ള ആന്ത്രോയും
അതേപോലത്തെ ആന്ത്രോപോസും ലോജിയയിൽ നിന്നാണ് ആന്ത്രോപോളജി എന്ന ഗ്രീക്ക് പദം രൂപം കൊണ്ടിട്ടുള്ളത്. മാത്രമല്ല ഇതിന് കൊണ്ട് അർത്ഥമാക്കുന്നത് നരവംശ ശാസ്ത്രം എന്നാണ്. ആൻഡ് ദെൻ പിന്നെന്താ അവിടെ പറയുന്നത്? Sociology in the study of human society with its branches encompassing social cultural anthropology. സോഷ്യോളജി ഇൻ ദ സ്റ്റഡി ഓഫ് ഹ്യൂമൻ സൊസൈറ്റി. സോഷ്യോളജി എപ്പോഴും എന്തിനെ പഠനം നടത്തുന്നു? ഹ്യൂമൻ സൊസൈറ്റിയെ കുറിച്ച് സോഷ്യോളജി സ്റ്റഡി നടത്തുന്നു. അതുകൊണ്ട് അതിനെ എന്ത് പേരിൽ അറിയപ്പെടാം? സോഷ്യൽ കൾച്ചറൽ ആന്ത്രോപോളജി. മനുഷ്യ സമൂഹത്തെ കുറിച്ച് സോഷ്യോളജി പഠനം നടത്തുന്നത് കൊണ്ടാണ് സോഷ്യോളജിയെ ഏത് പേരിൽ അറിയപ്പെടുന്നത്? സോഷ്യൽ കൾച്ചറൽ ആന്ത്രോപോളജി എന്നറിയപ്പെടാനുള്ള കാരണം. ഹ്യൂമൻ സൊസൈറ്റിയെ കുറിച്ച്, മനുഷ്യ സമൂഹത്തെ കുറിച്ച് സോഷ്യോളജി സ്റ്റഡി നടത്തുന്നത് കൊണ്ടാണ് സോഷ്യോളജിയെ ഏത് പേരിൽ അറിയപ്പെടുന്നത്? സോഷ്യൽ കൾച്ചറൽ ആന്ത്രോപോളജി അഥവാ സോഷ്യോ കൾച്ചറൽ ആന്ത്രോപോളജി എന്ന് വീണ്ടും എടുത്ത് പറയുന്നുണ്ട്. ഇവിടെ സോഷ്യോ കൾച്ചറൽ ഒന്നിച്ചിട്ട് എഴുതുന്നുണ്ട്. ഇവിടെ സോഷ്യോ എന്നിട്ടിട്ട് കൾച്ചറൽ എന്നാക്കി ഇവിടെ ഐഫൺ ഇട്ടിട്ടാണ് കൊടുക്കുന്നത് എന്ന് മാത്രം. അപ്പൊ ഇത്ര മനസ്സിലാക്കുക. സമൂഹത്തില് സോഷ്യോളജി മനുഷ്യ സമൂഹത്തെ കുറിച്ച് പഠനം നടത്തുന്നത് കൊണ്ടാണ്, ഹ്യൂമൻ സൊസൈറ്റിയെ കുറിച്ച് സോഷ്യോളജി പഠനം നടത്തുന്നത് കൊണ്ടാണ് സോഷ്യോളജിയെ ഏത് പേരിൽ അറിയപ്പെടുന്നത്? സോഷ്യോ കൾച്ചറൽ ആന്ത്രോപോളജി എന്നറിയപ്പെടുന്നത്. അതേപോലെ തന്നെ സോഷ്യോളജി വേറെ ഏതൊക്കെ പേരിൽ അറിയപ്പെടാം? ഫിസിക്കൽ ആന്ത്രോപോളജി, ആർക്കോളജിക്കൽ ആന്ത്രോപോളജി എന്നീ പേരുകളിലും ലിംഗ്വിസ്റ്റിക് ആന്ത്രോപോളജി എന്നീ പേരുകളിലൊക്കെ ഏത് അറിയപ്പെടാറുണ്ട്? സോഷ്യോളജി അറിയപ്പെടാറുണ്ട്. അപ്പം ലിംഗ്വിസ്റ്റിക് പറഞ്ഞാൽ എന്താ? ഭാഷാപരമായിട്ടുള്ള ആന്ത്രോപോളജി. അപ്പൊ സോഷ്യോളജിയുടെ മറ്റ് ശാഖകളാണ് ഫിസിക്കൽ ആന്ത്രോപോളജി, ആർക്കോളജിക്കൽ ആന്ത്രോപോളജി. അതെ, ആർക്കോളജിക്കൽ ആന്ത്രോപോളജിയെ പ്രീ ഹിസ്റ്റോറിക് ആർക്കോളജി എന്നും പറയും കേട്ടോ. ആർക്കിയോളജിക്കൽ ആന്ത്രോപോളജിയെ മറ്റൊരു പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട്, പ്രീ ഹിസ്റ്റോറിക് ആന്ത്രോപോളജി എന്നും അറിയപ്പെടാറ്, പ്രീ ഹിസ്റ്റോറിക് ആർക്കിയോളജി എന്നും അറിയപ്പെടാം. ആർക്കിയോളജിക്കൽ ആന്ത്രോപോളജിയെ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നുണ്ട്, ഏതാ? പ്രീ ഹിസ്റ്റോറിക് ആർക്കിയോളജി എന്നറിയപ്പെടാം. അതേപോലെ തന്നെ ലിംഗ്വിസ്റ്റിക് ആന്ത്രോപോളജി. അപ്പൊ കുട്ടികളെ ഇവിടെ ഒന്നുകൂടി ശ്രദ്ധിച്ചോളൂ. സോഷ്യോളജി ഇൻ ദ സ്റ്റഡി ഓഫ് ഹ്യൂമൻ സൊസൈറ്റി. സോഷ്യോളജി മനുഷ്യ സമൂഹത്തെ കുറിച്ച് പഠനം നടത്തുന്നതിനാൽ സോഷ്യോളജിയെ സോഷ്യൽ കൾച്ചറൽ ആന്ത്രോപോളജി എന്നറിയപ്പെടുന്നു. അതേപോലെ തന്നെ സോഷ്യോളജിയെ പിന്നെ ഏതൊക്കെ പേരിൽ അറിയപ്പെടുന്നുണ്ട്? ഫിസിക്കൽ ആന്ത്രോപോളജി എന്നും ആർക്കോളജിക്കൽ ആന്ത്രോപോളജി എന്നും സോഷ്യോളജിയെ അറിയപ്പെടുന്നുണ്ട്. ആർക്കോളജിക്കൽ ആന്ത്രോപോളജിയെ മറ്റൊരു പേരുണ്ട്, ഏതാണ്? പ്രീ ഹിസ്റ്റോറിക് ആർക്കോളജി എന്നാണ് ആർക്കോളജിക്കൽ ആന്ത്രോപോളജിയുടെ മറ്റൊരു പേര്. അതേപോലെ തന്നെ ഈ സോഷ്യോളജി ലിംഗ്വിസ്റ്റിക് ആന്ത്രോപോളജി എന്നും അറിയപ്പെടാറുണ്ട്. ലിംഗ്വിസ്റ്റിക് പറഞ്ഞാൽ ഭാഷാപരമായിട്ടുള്ള നരവംശാസ്ത്രം. ഭാഷയുടെ അടിസ്ഥാനത്തിൽ മനുഷ്യനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രമാണ് ലിംഗ്വിസ്റ്റിക് ആന്ത്രോപോളജി. അക്കോർഡിംഗ് ടു മെറൈൻ വെബ്സ്റ്റർ എന്ന ഒരു സോഷ്യോളജിസ്റ്റിന്റെ ഡിക്ഷണറി പ്രകാരം ആന്ത്രോപോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? The word anthropology dates back to the late 15th century. 16-ാം നൂറ്റാണ്ടിലേക്കുള്ള ഒരു എന്താണ്, പിന്നെ 16-ാം നൂറ്റാണ്ടിലേക്ക് പോകുക എന്നതാണ് ഏതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ആന്ത്രോപോളജി എന്നതുകൊണ്ട് മെറൈൻ വെബ്സ്റ്റർ അർത്ഥമാക്കുന്നത്. മെറൈൻ വെബ്സ്റ്റർ ഡിക്ഷണറി ദ വേർഡ് ആന്ത്രോപോളജി ഡേറ്റ് ബാക്ക് ടു ദ ലേറ്റ് 15th century. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ തേർഡ് യൂണിറ്റിലെ നേച്ചർ ഓഫ് സോഷ്യോളജി ആൻഡ് സോഷ്യൽ ആന്ത്രോപോളജി എന്ന ടോപ്പിക്കിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ ലെക്ചർ നോട്ടിൽ ക്ലിയർ ആയിട്ട് എഴുതിയെടുക്കുക. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്കുകളിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ യൂണിറ്റ് 3-ലെ മറ്റൊരു ടോപ്പിക്കിലേക്കാണ് നമ്മൾ കടക്കുന്നത്. എമർജൻസ് ആൻഡ് ഹിസ്റ്ററി ഓഫ് സോഷ്യോളജി. അതായത് എമർജൻസ് ആൻഡ് ഹിസ്റ്ററി ഓഫ് സോഷ്യോളജി, ഹിസ്റ്ററിയുടെയും സോഷ്യോളജിയുടെയും ആവിർഭാവം. അപ്പൊ നമുക്ക് എന്താണ് എമർജൻസ് ആൻഡ് ഹിസ്റ്ററി ഓഫ് സോഷ്യോളജി എന്ന് നമുക്ക് നോക്കാം. അതേപോലെ ഇതിൽ ഫസ്റ്റ് പാരഗ്രാഫാണ് ഞാൻ ഇതിൽ എഴുതിയിട്ടിട്ടുള്ളത്. അടുത്ത പാരഗ്രാഫ് ഫസ്റ്റ് പാരഗ്രാഫ് ടീച്ചർ ഇവിടെ എഴുതിയിട്ടിട്ടുണ്ട്. ഫസ്റ്റ് പാരഗ്രാഫ് ഇതാണ് ടീച്ചർ ഇവിടെ എഴുതിയിട്ടിട്ടുള്ളത്.
ഇവിടുന്ന് തൊട്ടിട്ടുള്ളതൊക്കെ ഫസ്റ്റ് പാരഗ്രാഫിൽ വരുന്ന കാര്യങ്ങളാണ്. സെക്കൻഡ് പാരഗ്രാഫ് ഞാനിവിടെ എഴുതിയിടില്ല, ഞാൻ പറയുകയും ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മെറ്റീരിയലോ ടെസ്റ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ പറയണ കാര്യം മാർക്ക് ചെയ്ത് വെക്കുക. ആ പാരഗ്രാഫ് മൊത്തം വേണം. അതിൽ ഒരുപാട് സോഷ്യോളജിസ്റ്റുകളെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അതിങ്ങനെ പറയുമ്പോൾ തന്നെ നിങ്ങളത് മാർക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുകയോ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളുടെ 3rd യൂണിറ്റിലെ എമർജൻസ് ആൻഡ് ഹിസ്റ്ററി ഓഫ് സോഷ്യോളജി എന്ന ടോപ്പിക്കിലേക്ക് കടക്കാം. Sociology as a scientific study of society as a relatively short history of development. It emerged only in the 19th century as an academic discipline. Sociology as a scientific study of society. As a relatively short history of development. ഹിസ്റ്ററിയുടെ വളർച്ചയ്ക്ക് സോഷ്യോളജിയുടെ ഏത് കാരണമായി? സയന്റിഫിക് സ്റ്റഡി. സോഷ്യോളജി ആസ് എ സയന്റിഫിക് സ്റ്റഡി ഓഫ് സൊസൈറ്റി. സോഷ്യോളജി സമൂഹത്തിൽ എങ്ങനെയാണ് പഠനം നടത്തിയിരുന്നത്? ഒരു സയന്റിഫിക് സ്റ്റഡി, ശാസ്ത്രീയമായ പഠനം. സോഷ്യോളജിയുടെ ശാസ്ത്രീയമായ പഠനം ഹിസ്റ്ററിയുടെ വളർച്ചയ്ക്ക് കാരണമായി. സോഷ്യോളജി ആസ് എ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് സൊസൈറ്റി ആസ് എ റിലേറ്റീവ്ലി ഷോർട്ട് ഹിസ്റ്ററി ഓഫ് ഡെവലപ്മെന്റ്. It emerged only in the 19th century as an academic discipline. ഏത് കാലഘട്ടത്തിലാണ് ഇത് സംഭവിച്ചത്? 19ാം നൂറ്റാണ്ടിൽ. ഇറ്റ് എമർജ്ഡ് ഓൺലി ഇൻ ദ 19th century. അപ്പോൾ 19ാം നൂറ്റാണ്ടിലെ സോഷ്യോളജിയുടെ സയന്റിഫിക് സ്റ്റഡി ഹിസ്റ്ററിയുടെ ഡെവലപ്മെന്റിന് കാരണമായി. The study of society, although not specific to sociology, was for long interest to the Greek philosophers. അപ്പോൾ ഈ The study of society, although not specific to sociology, was for long interest to the Greek philosophers. സോഷ്യോളജിയെ കുറിച്ച് പഠിക്കാൻ ഒരുപാട് ഗ്രീക്ക് ഫിലോസഫേഴ്സ് ഉണ്ടായിരുന്നു. ഏതൊക്കെ കാലഘട്ടത്തില്? സോക്രട്ടീസ് വാസ് early 5th century BC. ഇപ്പൊ സോഷ്യോളജിയെ കുറിച്ച് പഠനം, സയന്റിഫിക് ആയിട്ട് സോഷ്യോളജിയെ കുറിച്ച് പഠനം നടത്തുന്നതിന് വേണ്ടി ഒരുപാട് ഗ്രീക്ക് ഫിലോസഫേഴ്സ് ഉണ്ടായിരുന്നു. സോക്രട്ടീസ് ഏത് നൂറ്റാണ്ടിലാ? 5th century. 5th century സോക്രട്ടീസ്, 5th century BC സോക്രട്ടീസ്. പിന്നെ പ്ലേറ്റോ, അരിസ്റ്റോട്ടിലും പ്ലേറ്റോയും 4th century BC. മാർക്കസ് ടൂളീസ്, സിസറോ, റോമൻ ഫിലോസഫർ. ഈ മാർക്കസ് ടൂലിസും സിസറോയും റോമൻ ഫിലോസഫേഴ്സ് ആട്ടോ. ഇവരൊക്കെ 4ാം നൂറ്റാണ്ടിലായിരുന്നു സോഷ്യോളജിയെ കുറിച്ച് പഠനം ഇവര് 1st centuryയിലാണ് സോഷ്യോളജിയെ കുറിച്ച് പഠനം നടത്തിയത്. ഇപ്പൊ സോക്രട്ടീസ് എന്നാണ് സോഷ്യോളജിയെ കുറിച്ച് പഠനം നടത്തിയത് 5th centuryയിലെ. പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും സോഷ്യോളജിയെ കുറിച്ച് പഠനം നടത്തിയത് 4th centuryയിലെ. അതേപോലെ മാർക്കസ് ടൂളിസും സിസറോയും റോമൻ ഫിലോസഫേഴ്സ് ആണ് ഇവര് സോഷ്യോളജിയെ കുറിച്ച് പഠനം നടത്തിയത് 1st centuryയിലെ. Who immense contribution to the understanding society in their times. അപ്പോൾ സോഷ്യോളജിയെ കുറിച്ച് ശാസ്ത്രീയമായി പഠനം നടത്തിയ സോഷ്യോളജിസ്റ്റുകളുടെ പേരാണ് ഇവിടെ പറയണത്. ഗ്രീക്ക് ഫിലോസഫർ ആയിട്ടുള്ള സോക്രട്ടീസ് 5ാം നൂറ്റാണ്ടിലും പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ തുടങ്ങിയ സോഷ്യോളജിസ്റ്റുകൾ 4th centuryയിലും മാർക്കസ് ടൂളിസ്, സിസറോ തുടങ്ങിയ റോമൻ ഫിലോസഫേഴ്സ് 1st centuryയിലുമാണ് സോഷ്യോളജിയെ കുറിച്ച് പഠനം നടത്തിയത് എന്നാണ് ഇവിടെ പറയുന്നത്. അതാണ് സോഷ്യോളജിയുടെ ചരിത്രം. അപ്പോൾ സോഷ്യോളജി, എമർജൻസ് ആൻഡ് ഹിസ്റ്ററി ഓഫ് സോഷ്യോളജി പറഞ്ഞാൽ സോഷ്യോളജിയുടെ ആവിർഭാവത്തിന്റെ ചരിത്രമാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ സോഷ്യോളജിയുടെ ആവിർഭാവത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ആദ്യം സോക്രട്ടീസ്, ഗ്രീക്ക് ഫിലോസഫർ ആയിട്ടുള്ള സോക്രട്ടീസ് 5th centuryയിലെ, പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും 4th centuryയിലെ, മാർക്കസും സിസറോയും റോമൻ ഫിലോസഫറാണ് അവര് 1st centuryയിലെ തുടങ്ങിയ കാലഘട്ടത്തിലാണ് പഠനം നടത്തിയിരുന്നത്. They attempted a systematic study of human society, particularly on the general consideration of society, philosophy, politics, law and state. മാത്രമല്ല, they attempted a systematic study of human society. മനുഷ്യ സമൂഹത്തെ കുറിച്ച് ഒരു സിസ്റ്റമാറ്റിക് പഠനം തന്നെയാണ് നടത്തിയത്. സൊസൈറ്റിയെ കുറിച്ചും ഫിലോസഫിയെ കുറിച്ചും പൊളിറ്റിക്സിനെ കുറിച്ചും ലോ ആൻഡ് സ്റ്റേറ്റിനെ കുറിച്ചൊക്കെ 16ാം നൂറ്റാണ്ടില് ആരൊക്കെ പഠനം നടത്തിയിരുന്നു? തോമസ് ഹോബസ്, മക്ചിവലി,
തുടങ്ങിയ ആളുകള് എന്ത് ചെയ്തു എന്നാ പറയുന്നത്, പഠനം നടത്തിയിരുന്നു, സിസ്റ്റമാറ്റിക് ആയിട്ട് പഠനം നടത്തിയിരുന്നു. ദേ അറ്റംപ്റ്റ് എ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് ഹ്യൂമൻ സൊസൈറ്റി. മനുഷ്യ സമൂഹത്തെ കുറിച്ച് സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു പഠനം നടത്തി. മനുഷ്യ സമൂഹത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠനം നടത്തിയേ? സൊസൈറ്റിയെ കുറിച്ച്, ഫിലോസഫിയെ കുറിച്ച്, പൊളിറ്റിക്സിനെ കുറിച്ച്, നിയമത്തെ കുറിച്ച്, സ്റ്റേറ്റിനെ കുറിച്ചൊക്കെ 16-ാം നൂറ്റാണ്ടില് തോമസ് ഹോബസും മെക്ചീവലിയും ഒക്കെ പഠനം നടത്തി. അതൊക്കെ സോഷ്യോളജിയുടെ ചരിത്രത്തിന്റെ ആവിർഭാവത്തിന് കാരണമായി എന്നാണ് പറയുന്നത്. അടുത്ത ഇതാണ് by 18th century AD, after the experience and influence of the Renaissance in Europe, there were many eminent philosophers who made immense contribution to the understanding society. 18-ാം നൂറ്റാണ്ടിൽ ഒരുപാട് ഫിലോസഫേഴ്സ് എന്ത് ചെയ്തു എന്നാ പറയുന്നത്, ഈ 18th century AD, after the experience and influence of the Renaissance in Europe, യൂറോപ്പിന്റെ നവോത്ഥാനത്തിന് ശേഷം ഒരുപാട് ഫിലോസഫേഴ്സ് ഈ സമൂഹത്തെ കുറിച്ച് പഠനം നടത്തിക്കൊണ്ടിരുന്നു. അതിന് ഉദാഹരണമാണ് ആരൊക്കെ? 18ാം നൂറ്റാണ്ടിൽ പഠനം നടത്തിയവർക്ക് ഉദാഹരണമാണ് റൂസോ, വിക്കോ ആൻഡ് ബാരോൺ, മോണ്ടസ്ക്യൂ തുടങ്ങിയ ആളുകളൊക്കെയാണ് ഈ 18ാം നൂറ്റാണ്ടിൽ സമൂഹത്തെ കുറിച്ച് പഠനം നടത്തിയതിന് ഉദാഹരണമായിട്ട് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അതേപോലെ these earlier workers certainly laid the philosophical foundation for the development of the social science and the science of human society, including sociology and anthropology. The earlier workers certainly laid the philosophical foundation. ഒരുപാട് ഫിലോസഫിക്കൽ ഫൗണ്ടേഷന്റെ വികസനത്തിനും അതേപോലെ തന്നെ ഹ്യൂമൻ സൊസൈറ്റിയുടെയും സോഷ്യോളജിയുടെയും ആന്ത്രോപോളജിയുടെയും വികസനത്തിനൊക്കെ ഇത്തരത്തിലുള്ള എഴുത്തുകാർ കാരണമായി. അതാണ് ഏതിന്റെ എമർജൻസ് ആയിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്? സോഷ്യോളജിയുടെ എമർജൻസ് ആയിട്ട് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. These earliest workers certainly laid the philosophical foundation for the development of the social science and the science of human society, including sociology and anthropology. സോഷ്യോളജിയുടെയും ആന്ത്രോപോളജിയുടെയും വളർച്ചയ്ക്ക് ഒരുപാട് ഫിലോസഫിക്കൽ ഫൗണ്ടേഷന്റെ വികസനം കാരണമായി തീർന്നു എന്നാണ് പറയുന്നത്. അപ്പൊ കുട്ടികളെ, ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് പാരഗ്രാഫില് ഈ യൂണിറ്റിലെ പ്രധാന ടോപ്പിക് ആയിട്ടുള്ള എമർജൻസ് ആൻഡ് ഹിസ്റ്ററി ഓഫ് സോഷ്യോളജിയുടെ ഫസ്റ്റ് പാരഗ്രാഫിൽ പറയാനുണ്ടായിരുന്ന കാര്യങ്ങൾ. ഇനി അതിന്റെ സെക്കൻഡ് പാരഗ്രാഫിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ സെക്കൻഡ് പാരഗ്രാഫിൽ പറഞ്ഞു നിർത്തി. കാറൽ മാക്സ് വരെയാണ് നമ്മൾ പറഞ്ഞിരുന്നത്. കാറൽ മാക്സിന്റെ ദാസ് ക്യാപിറ്റൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുക്കാണ് അദ്ദേഹത്തിന്റെ ദാസ് ക്യാപിറ്റൽ. അതും സോഷ്യോളജിയുടെ രൂപീകരണത്തിന് വഴിയൊരുക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ പറയുന്നത് മോഡേൺ സോഷ്യോളജിസ്റ്റുകളെ കുറിച്ചാണ്. മോഡേൺ സോഷ്യോളജിസ്റ്റ് ആരൊക്കെയാണ്? മോഡേൺ സോഷ്യോളജിസ്റ്റ് ജോർജ് ഹെർബർട്ട് മെഡ്, വിൽഫ്രാഡോ പാരറ്റോ, ജോർജ് സൈമൺ, ഫെർഡിനാൻഡ് ടോണിസ്, ചാൾസ് ഹോർട്ടൺ കുലെ, അതേപോലെ തന്നെ പിട്രിം സൊറോക്കിൻ, സി ബ്രൈറ്റ് മില്ല്, WF ബ്രൈറ്റ് മിൽ അഥവാ സി ബ്രൈറ്റ് മിൽസ്, ടാൽക്കോട്ട് പാഴ്സൺ, റോബർട്ട് കെ മർട്ടൺ, എർവിൻ ഗോഫ്മാൻ, ജോർജ് സി ഹോമൻസ്, മിച്ചൽ ഫാൾക്കോട്ട്, ജോർജൻ ഹേബർമാസ്, പെറി ബോർഡ്യൂ, ആന്റണി ഗിഡൻസ്. ഇത്രയും ആളുകളെയാണ് സോഷ്യോളജിയുടെ ആവിർഭാവത്തിലേക്ക് വഴിവെച്ച മോഡേൺ സോഷ്യോളജിസ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പോ ഇതൊക്കെ ഓൾഡ് സോഷ്യോളജിസ്റ്റുകളാണ്. സോഷ്യോളജിയുടെ ആവിർഭാവത്തിന്റെ ചരിത്രം നമ്മൾ എടുക്കുന്നത്. ഇവരൊക്കെ ഓൾഡ് സോഷ്യോളജിസ്റ്റുകളായിരുന്നു. ആരൊക്കെ? അഗസ്റ്റേ കോംട്ടെ ആണ് ഫസ്റ്റ് സോഷ്യോളജിസ്റ്റ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ ഫാദർ എന്ന് പറയുന്നത്. അഗസ്റ്റേ കോംട്ടെയും അതേ ഹെർബർട്ട് സ്പെൻസറും അതേ ലെഫ്റ്റർ എഫ്വാർഡും അതേപോലെ എമിലി ദുർക്കേമും മാക്സ് വെബറും കാറൽ മാക്സ് ഒക്കെ പഴയകാല സോഷ്യോളജിസ്റ്റുകളായിരുന്നെങ്കിൽ പുതിയ കാല സോഷ്യോളജിസ്റ്റുകളാണ് ജോർജ് ഹെർബർട്ട് മെഡ്, വിൽഫ്രാഡോ പാരറ്റോ, ജോർജ് സൈമല്, ഫെർഡിനാൻഡ് ടോണിസ്, ചാൾസ് ഹോട്ടൺ കുലെ, പിട്രിം സൊറോക്കിൻ, ടാൽക്കോട്ട് പാഴ്സൺ, റോബർട്ട് കെ മർട്ടൺ, എർവിൻ ഗോഫ്മാൻ, ജോർജ് സി ഹോമൻസ്, മിച്ചൽ ഫൗക്കോൾട്ട്, ജോർജൻ ഹേബർമാസ്, പയർ ബോർഡ്യൂ, ആന്റണി ഗിഡൻസ്.
ഇത്രയും ആളുകളെയാണ് മോഡേൺ സോഷ്യോളജിസ്റ്റുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ ഇനി നമ്മൾക്ക് എടുക്കാനുള്ള മറ്റൊരു ടോപ്പിക്കാണ് എമർജൻസ് ആൻഡ് ഹിസ്റ്ററി ഓഫ് ആന്ത്രോപോളജി. ആന്ത്രോപോളജിയുടെ ആവിർഭാവത്തിന്റെ ചരിത്രം. ഇപ്പൊ നമ്മൾ പഠിച്ചത് സോഷ്യോളജിയുടെ ആവിർഭാവത്തിന്റെ ചരിത്രമാണ് പഠിച്ചത്. ഇനി നമ്മൾക്ക് എടുക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ആന്ത്രോപോളജിയുടെ ആവിർഭാവത്തിന്റെ ചരിത്രം എന്താണ്. അത് നമുക്ക് എന്തായെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മള് യൂണിറ്റ് 3 മറ്റൊരു ടോപ്പിക്കിലേക്കാണ് കടക്കുന്നത്. എമർജൻസ് ആൻഡ് ഹിസ്റ്ററി ഓഫ് ആന്ത്രോപോളജി. എമർജൻസ് ആൻഡ് ഹിസ്റ്ററി ഓഫ് ആന്ത്രോപോളജി, അതായത് ആന്ത്രോപോളജിയുടെ ചരിത്രത്തിന്റെ ആവിർഭാവം. ആന്ത്രോപോളജിയുടെ ചരിത്രത്തിന്റെ ആവിർഭാവം എന്ന ടോപ്പിക്കിലേക്കാണ് 3rd യൂണിറ്റിലെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്. അതില് ഇവിടെ നമ്മൾ എഴുതിയിട്ടിട്ടിരിക്കുന്നത് ഫസ്റ്റത്തെയും സെക്കൻഡത്തെയും പാരഗ്രാഫുകളാണ്. ഈ നമ്മൾക്ക് 3rd 4th ഏകദേശം അതില് 3rd 4th 5th അങ്ങനെ 5 പാരഗ്രാഫോളം ഈ ഒരു ടോപ്പിക്കിൽ വരുന്നുണ്ട്. അപ്പൊ അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എഴുതി വെച്ചിട്ടുള്ളത്. നിങ്ങൾ ക്ലാസ് കാണുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ടീച്ചർ എഴുതി വെച്ചിട്ടുള്ള ഈ ടോപ്പിക്ക്, ഈ ഓരോ ടോപ്പിക്കിന്റെയും പാരഗ്രാഫിൽ എഴുതി വെച്ചിട്ടുള്ള ആ പാരഗ്രാഫിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എഴുതി വെച്ചിട്ടുള്ളത്. അത് നിങ്ങൾ നിങ്ങളെ നോട്ട് പുസ്തകത്തിൽ കൃത്യമായി എഴുതുക. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാൻ കഴിയും. വാരി വലിച്ച് പഠിക്കാതെ നിങ്ങൾ ആ പോയിന്റുകൾ മാത്രം ഫോക്കസ് ചെയ്തിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾക്ക് എമർജൻസ് ആൻഡ് ഹിസ്റ്ററി ഓഫ് ആന്ത്രോപോളജി, അതിലെ ഫസ്റ്റ് പാരഗ്രാഫ് നോക്കൂ. Anthropology is a diverse and comparative field that studies human and their culture society. Anthropology is a diverse and comparative field. അപ്പൊ ആന്ത്രോപോളജി എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഡൈവേഴ്സ് ആൻഡ് കമ്പാരറ്റീവ് ഫീൽഡ് ദാറ്റ് സ്റ്റഡീസ്, അതെന്താണ് പഠനം നടത്തുന്നത്? ഹ്യൂമൻ ആൻഡ് ദയർ കൾച്ചർ സൊസൈറ്റി, മനുഷ്യ സമൂഹത്തിന്റെ സംസ്കാരത്തെ കുറിച്ചാണ് ആന്ത്രോപോളജി കമ്പാരറ്റീവ് ആയിട്ട് സ്റ്റഡി നടത്തുന്നത്. ആന്ത്രോപോളജി ഈസ് എ ഡൈവേഴ്സ് ആൻഡ് കമ്പാരറ്റീവ് field that studies human and their culture society. ആന്ത്രോപോളജി കമ്പാരറ്റീവ് ആയിട്ട് സ്റ്റഡി നടത്തുന്നത് എന്തിനെ കുറിച്ചാണ്? മനുഷ്യ സമൂഹത്തിന്റെ കൾച്ചറിനെ കുറിച്ചാണ്. സ്റ്റഡി ഓഫ് ഹ്യൂമൻ കൈൻഡ് ആൻഡ് ഇറ്റ്സ് മൾട്ടിപ്പിൾ ആസ്പെക്ട്. അതുകൊണ്ട് തന്നെ ആ പഠനം എന്ന് പറയുന്നത് എങ്ങനെയാണ്? മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ള പഠനമാണ് നടത്തുന്നത്. സ്റ്റഡി ഓഫ് ഹ്യൂമൻ കൈൻഡ് ആൻഡ് ഈസ് മൾട്ടിപ്പിൾ ആസ്പെക്ട്. ഇന്റർസെക്ഷൻ ഓഫ് നാച്ചുറൽ സയൻസ് ആൻഡ് ഹ്യൂമാനിറ്റി. കൂടാതെ അതെന്തൊക്കെയായി ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്? നാച്ചുറൽ സയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകൃതി ശാസ്ത്രത്തിനെയും അതേപോലെ ഹ്യൂമാനിറ്റി മനുഷ്യപരമായ കാര്യങ്ങളെയും അത് ഇന്റർസെക്ട് ചെയ്യുന്നു. നാച്ചുറൽ സ്പൈസസ് ആൻഡ് ഫിനോമിന, പ്രകൃതി ജീവികളെ കുറിച്ചും പ്രതിഭാസത്തെ കുറിച്ചും അത് പഠിക്കുന്നു. സോഷ്യൽ ആന്ത്രോപോളജി ആസ് ഫൗണ്ടഡ് ഇൻ ബ്രിട്ടൻ. സോഷ്യൽ ആന്ത്രോപോളജി രൂപീകൃതമായിരിക്കുന്നത് ബ്രിട്ടനിലാണ്. സോഷ്യൽ ആന്ത്രോപോളജി ആസ് ഫൗണ്ടഡ് ഇൻ ബ്രിട്ടൻ. സോഷ്യൽ ആന്ത്രോപോളജി രൂപീകൃതമായിരിക്കുന്നത് ബ്രിട്ടനിലാണ്. കൾച്ചറൽ ആന്ത്രോപോളജി ആസ് യൂസ്ഡ് ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക. എന്നാൽ കൾച്ചറൽ ആന്ത്രോപോളജി രൂപീകൃതമായിരിക്കുന്നത് എവിടെയാണ്? യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക. അമേരിക്കയിലാണ് കൾച്ചറൽ ആന്ത്രോപോളജി രൂപീകൃതമായത്. എന്നാൽ സോഷ്യൽ ആന്ത്രോപോളജി രൂപീകൃതമായത് ബ്രിട്ടനിലാണ്. അതിന്റെ ആ ടോപ്പിക്കിൽ തന്നെ 2nd പാരഗ്രാഫിലേക്കാണ് നമ്മൾ പോണത്. സയന്റിഫിക് ഡെവലപ്മെന്റ് ഇൻ ദ വെസ്റ്റേൺ വേൾഡ്. ഇതൊരു സയന്റിഫിക് ഡെവലപ്മെന്റ് ആണ് ഈ ഒരു പഠനത്തിലൂടെ നടക്കുന്നത്. വെസ്റ്റേൺ വേൾഡിന്റെ സയന്റിഫിക് ഡെവലപ്മെന്റ് ആണ്. റൈറ്റിംഗ് അത് കാരണം സയന്റിഫിക് ഡെവലപ്മെന്റ് ഇൻ ദ വെസ്റ്റേൺ വേൾഡ് കാരണം ഒരുപാട് വിദേശ രാജ്യങ്ങളിലെ സോഷ്യോളജിസ്റ്റുകൾ ഈ
ആന്ത്രോപോളജിയുടെ രൂപീകരണത്തിന് നേതൃത്വം വഹിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് സയന്റിഫിക് ഡെവലപ്മെന്റ് ഇൻ ദ വെസ്റ്റേൺ വേൾഡ് എന്ന് പറയാനുള്ള കാരണം. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ആന്ത്രോപോളജി എന്ന സബ്ജക്റ്റിന് വേണ്ടി നേതൃത്വം വഹിച്ച സോഷ്യോളജിസ്റ്റുകൾ ആരൊക്കെയെന്ന് നമുക്ക് നോക്കാം. റൈറ്റിംഗ് ഫോർ ഹെറോഡോട്ടസ് ഇൻ ദ 5th century BC അക്കോർഡിംഗ് ടു വോഗറ്റ്. അതായത് 5ാം നൂറ്റാണ്ടിലെ ഹെറോഡോട്ടസും അതേപോലെ തന്നെ വോഗറ്റും ഒക്കെ ഏതിനു വേണ്ടി നേതൃത്വം വഹിച്ചിരുന്നു? ഈ ആന്ത്രോപോളജിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് നേതൃത്വം വഹിച്ചിരുന്നു. ഹെറോഡോട്ടസ് വാസ് ഫാദർ ഓഫ് എന്തനോഗ്രാഫ്. ഹെറോഡോട്ടസ് ആണ് ഏതിന്റെ ഫാദർ? എന്തനോഗ്രാഫിന്റെ ഫാദർ ആയിട്ടാണ്. എന്തനോഗ്രാഫ് പറഞ്ഞ എന്താ? എന്തനോഗ്രഫി എന്നൊക്കെ പറഞ്ഞ വംശശാസ്ത്രം. എന്തനോഗ്രാഫിന്റെ ഫാദർ ആയിട്ടാണ് ഹെറോഡോട്ടസിനെ കണക്കാക്കുന്നത്. The Greek philosophers of the time, particularly Socrates, Plato, Aristotle. ഗ്രീക്ക് ഫിലോസഫേഴ്സ് ആയിട്ടുള്ള സോക്രട്ടീസും പ്ലേറ്റോയും അരിസ്റ്റോട്ടിലൊക്കെ പ്രധാനമായും ആന്ത്രോപോളജിയുടെ വളർച്ചയ്ക്ക് നേതൃത്വം വഹിച്ചവരാണ്. ഗ്രീക്ക് ഫിലോസഫർ ആയിട്ടുള്ള പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ, അതേപോലെ തന്നെ സോക്രട്ടീസ് തുടങ്ങിയ ആളുകളും ഈ ആന്ത്രോപോളജിയുടെ വളർച്ചയ്ക്ക് നേതൃത്വം വഹിച്ചവരാണ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. റോമൻ ഫിലോസഫർ മാർക്കസ് ടുലീസ് സിസറോ. മാർക്കസ് ടുലീസ് സിസറോ, റോമൻ ഫിലോസഫർ ആയിട്ടുള്ള മാർക്കസ് ടുലീസ് സിസറോയും ആന്ത്രോപോളജിയുടെ വളർച്ചയ്ക്ക് നേതൃത്വം വഹിച്ചവരാണ്. 15th century AD തോമസ് ഹോബസ് ആൻഡ് മിച്ചിവെലി. 16ാം നൂറ്റാണ്ടിൽ തോമസ് ഹോബസും മെച്ചിവെലിയും ഈ ആന്ത്രോപോളജിയുടെ വളർച്ചയ്ക്ക് നേതൃത്വം വഹിച്ചവരാണ്. 14th century AD കോൺട്രിബ്യൂഷൻ കാൾഡന്റെ 14ാം നൂറ്റാണ്ടില് കാൾഡനും ഏതിന്റെ വളർച്ചയ്ക്ക് നേതൃത്വം വഹിച്ചിരുന്നു? ആന്ത്രോപോളജിയുടെ വളർച്ചയ്ക്ക് നേതൃത്വം വഹിച്ചിരുന്നു. 18th century 18ാം നൂറ്റാണ്ടിൽ റൂസോ, വിക്കോ, ബാരോൺ ഡി മൊണ്ടസ്ക്യൂ ആൻഡ് ജോൺ ലോക്ക്. 18ാം നൂറ്റാണ്ടിലെ റൂസോയെ, വിക്കോയെ, ബാരൺ ഡി മൊണ്ടസ്ക്യൂ, ജോൺ ലോക്ക് തുടങ്ങിയ ആളുകളും ഏതിന്റെ വളർച്ചയ്ക്ക് വേണ്ടി നേതൃത്വം വഹിച്ചിരുന്നു? ആന്ത്രോപോളജിയുടെ വളർച്ചയ്ക്ക് വേണ്ടി നേതൃത്വം വഹിച്ചവരായിരുന്നു. ദ ഫസ്റ്റ് ഫേസ് 1725-1814 philosopher scientists succeeded in separating the study of man, society and civilization from history and thereby formulate a general social science. അപ്പൊ എന്താ ഇവിടെ പറയുന്നത്? ദ ഫസ്റ്റ് ഫേസ് 1725 and 1814, 1725-1840 കാലഘട്ടത്തിൽ ഫിലോസഫർ സയന്റിസ്റ്റ് സക്സീഡഡ് ഇൻ സെപ്പറേറ്റിംഗ് സ്റ്റഡി ഓഫ് മാൻ. അതായത് ഈ സമൂഹത്തെ കുറിച്ച് ഒരു സെപ്പറേറ്റിംഗ് സ്റ്റഡി തന്നെ നടത്തി. എന്തിനൊക്കെ കുറിച്ച്? സൊസൈറ്റി, സിവിലൈസേഷൻ ഫ്രം ഹിസ്റ്ററി ആൻഡ് ദർ ഫോർമുലേറ്റ് ജനറൽ സോഷ്യൽ സയൻസ്. അത് ആരാണ്? വോഗറ്റ് മിഡ്. അപ്പോ വോഗറ്റ് മിഡ് സൊസൈറ്റിയെ കുറിച്ചും സിവിലൈസേഷനെ കുറിച്ചും ജനറൽ സോഷ്യൽ സയൻസിനെയൊക്കെ കുറിച്ച് ഈ വോഗറ്റ് മില്ല് ഒരു പഠനം തന്നെ നടത്തി എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഇവാൻ പ്രിച്ചർഡ് തുടങ്ങിയ ബ്രിട്ടീഷ് ആന്ത്രോപോളജിസ്റ്റും ഈ ആന്ത്രോപോളജിക്ക് വേണ്ടി പഠനം നടത്തിയതായിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഷോർട്ട് നോട്ടായിട്ട് എഴുതിയെടുക്കുക. 3rd യൂണിറ്റിലെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് എമർജൻസ് ആൻഡ് ഹിസ്റ്ററി ഓഫ് ആന്ത്രോപോളജി. അതായത് ആന്ത്രോപോളജിയുടെ ചരിത്രത്തിന്റെ ആവിർഭാവം. ഇതിൽ നമ്മൾ ഫസ്റ്റ് പാരഗ്രാഫും സെക്കൻഡ് പാരഗ്രാഫും ആണ് ഇപ്പോ വ്യക്തമാക്കിയത്. ഇനി അടുത്തതായിട്ട് നമുക്ക് 3rd, 4th, 5th പാരഗ്രാഫുകളിൽ എന്തൊക്കെയാണ് വിശകലനം ചെയ്യുന്നത് എന്ന് നോക്കാം.